ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ. അതെ, ഈ പറയുന്നവരുടെ മുഴുവൻ അഭിപ്രായം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം കൂടി വന്നു നിറഞ്ഞു എന്നുള്ളതാണ്. 500 കപ്പലുകളാണ് അവിടെ പേർഷ്യൻ ഗൾഫിൽ പുറത്തോട്ട് കിടക്കാൻ കാത്ത് നിൽക്കുന്നത്, അറിയോ? 500 ഷിപ്സ് അവിടെ കിടക്കുന്നത്. പിന്നെ ഇതങ്ങോട്ട് പുറത്തേക്ക് ഈ കപ്പലുകളൊക്കെ കൂടി എടുക്കണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മൈൻ പാകിയിട്ടുണ്ട്. അതിന്റെ മുകളിൽ കൂടിയൊക്കെ പോയിട്ട് ഇനിയും മോഡിക്ക് പോയി കേൾക്കണം. എന്തേ കപ്പൽ അത് അറിഞ്ഞുകൊണ്ട് അതിന്റെ മുകളിൽ കൂടി പോയി നോക്കാം. ആ മൈൻ ക്ലിയറൻസിന് എത്ര മാസം എടുക്കും? ഒരു 3 മാസം കൊണ്ട് ഇതെല്ലാം കൂടി ഒരു വാശിക്ക് അങ്ങോട്ട് ചെയ്യാൻ പറ്റും. മറ്റൊരു വാശിക്ക് മൈൻ എടുത്ത് നിർവീര്യാക്കാനൊന്നും പറ്റില്ല. ഇത് രണ്ടുപേരും കൂടി കാണിച്ചു വെച്ചിരിക്കുന്ന അത് പരിപാടി. പിന്നെ ഇന്ത്യയിൽ എന്തോ അവിടെ ഇരിക്കണമെന്റെ ആയുസിന്റെ ബലം കൊണ്ട് 1-2 കപ്പൽ ഇങ്ങോട്ട് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിലെ ഏറ്റവും രസം ഇങ്ങോട്ടൊക്കെ കൂടി വന്നു. പിന്നെ അത് മാത്രമല്ല, ചിലവർ പറഞ്ഞു ഗ്യാസിന്റെ വില ഇപ്പൊ കുറച്ച്. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ലോകത്തിന്റെ ഭാഗമല്ലേ ഇന്ത്യ. ഖത്തറിൽ നിന്നാണ് നമ്മൾ കൂടുതൽ നാച്ചുറൽ ഗ്യാസ് ഇങ്ങോട്ട് വരുന്നത്. ഖത്തറിന്റെ ആ ഫെസിലിറ്റി അവരന്ന് മിസൈൽ എന്തായിട്ട് പേര് സാധനം അടിച്ചു കഴിഞ്ഞിട്ട് അത് 6 മാസമെങ്കിലും എടുക്കും അത് റെക്ടിഫൈ ചെയ്യാനായിട്ട്. അതുവരയ്ക്ക് കൂടിയ വിലയ്ക്ക് നാച്ചുറൽ ഗ്യാസ് മേടിച്ചേ മതിയാവൂ. അതുകൊണ്ട് ഇപ്പൊ 50 രൂപയ്ക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കാതെ ഡേവിഡ് വിജയ്, അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് ആളുകളുടെ ഒരു പ്രതീക്ഷ അവിടെ വില കുറയാൻ തുടങ്ങി. കഴിഞ്ഞ ജൂൺ 5 മുതൽ തന്നെ എവിടെ കുറയാൻ തുടങ്ങി? അത് കുറഞ്ഞിട്ടൊന്നുമില്ല. അത് നമ്മൾ കരുതൽ ശേഖരം ഉണ്ടായിരുന്നുകൊണ്ട് ഇങ്ങനെ അല്ല. ശ്രീ ഡേവിഡ് വിജയ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ജൂൺ 5-നാണ് ഇവർ ഇറാനും അമേരിക്കയും തമ്മിൽ, ഇറാന്റെ അവിടുത്തെ സ്പീക്കറും അമേരിക്കൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് JD വാൻസും ഒക്കെ ഡിജിറ്റൽ സൈൻ ചെയ്യുന്നു. അതിനുശേഷം പിന്നീടും ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും അത് കഴിഞ്ഞ ദിവസം നിലവിൽ വന്നു. അന്ന് മുതൽ തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കുറവ് വന്നു. ഇപ്പോൾ $112 വരെ ഉയർന്നത് $74 ഇത് ഇപ്പോൾ നാളെ തന്നെ ഇവിടെ പ്രതിഫലിക്കുമെന്നല്ല പറഞ്ഞത്. ചിലപ്പോൾ ഒരു മാസം മുമ്പ് കൊടുത്തതായിരിക്കും, ഓർഡർ നൽകിയതായിരിക്കും. അതൊക്കെ പ്രതിഫലിക്കാൻ ചിലപ്പോൾ സമയമെടുക്കും. അതെടുത്താലും നമ്മുടെ ഈ കുറവിനനുസരിച്ച് ഒരു കുറവ്, നമ്മുടെ കൂട്ടിയ വില കുറയ്ക്കുമെന്നൊരു പ്രതീക്ഷ ജനത്തിനില്ലേ? അപ്പൊ ജനം സ്വാഭാവികമായും അത് ആഗ്രഹിക്കില്ലേ? അത് വേണ്ട എന്ന് പറയാൻ കഴിയുമോ? ഇല്ല, ഉറക്കാൻ പറ്റില്ല. കാരണം ആ ഷിപ്പുകൾ കടന്ന് 500 എണ്ണം അവിടെ സ്ട്രാൻഡഡ് ആയിട്ട് നിൽക്കുന്നത്. ശ്രീ ഡേവിഡ് വിജയ്, അതിപ്പോൾ അവിടെ സമാധാനം വന്നു കഴിഞ്ഞാൽ 500 എണ്ണത്തിന് ആ തിരക്ക് 1-2 ആഴ്ച കൊണ്ട് പരിഹരിക്കാവുന്ന തിരക്കല്ലേ ഉള്ളൂ. അല്ലാതെ അതിന് എത്രയോ മാസങ്ങളൊന്നും നീളുന്ന തിരക്കല്ല. കൂടിയാൽ ഒരു മാസം കൊണ്ട് പരിഹരിക്കില്ല. അവിടെ ഇപ്പോൾ ഓൾറെഡി തന്നെ നിയന്ത്രിതമായ അളവിൽ, ഈ മൈൻ ഇല്ലാത്ത സ്ഥലത്തൂടെ നിയന്ത്രിതമായ അളവിൽ ഇപ്പോൾ തന്നെ കപ്പലുകൾ പാസ് ചെയ്യുന്നുണ്ടല്ലോ. വളരെ പ്രയാസമാണ്. അതിന് ഡീമൈൻ ചെയ്യണം. അടിയിലൊക്കെ മൈൻ കിടക്കുന്നുണ്ട്. അല്ല, അതൊക്കെ ശരിയാണ്, താങ്കൾ പറഞ്ഞൊക്കെ ശരിയാണ്. ആ മൈൻ ബലവും പൊട്ടിക്കഴിഞ്ഞാൽ നാളെ മൈൻ പൊട്ടിയതിന്റെ പേരിൽ ഇറാനിൽ കൊണ്ട് ബോംബിട്ടില്ല, ട്രംപിനോട് പ്രതിഷേധിച്ചില്ല. ഈ പറയുന്ന വ്യക്തികൾ അത് സാങ്കേതിക കാര്യങ്ങൾ നോക്ക്. ഗ്യാസ് വീണ്ടും കിട്ടാൻ വളരെ താമസിക്കും. 6 മാസമെങ്കിലും ഇരിക്കും ഖത്തറിൻ്റെത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് തുറന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും അടുത്ത നടപടികളിലേക്ക് $70 അവിടെ ആയിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വലിയ ജനസംഖ്യ നമുക്ക് അതുമാതിരി യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമല്ലേ ട്രെയിന് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ പറയുന്നവർക്ക് വെറുതെ കുറ്റം പറയാം. അത് അവിടെ കുറച്ചുകൊണ്ട് ഇവിടെ കുറച്ചില്ല. ഇതൊക്കെ വന്ന് ഇവിടെ അല്ല, നമ്മൾ കുറച്ചില്ല എന്നല്ല പറഞ്ഞത്. ഇപ്പൊ കുറയ്ക്കാനുള്ള സമയമായില്ല. കുറയ്ക്കുമോ എന്നുള്ള പ്രതീക്ഷയാണ് പങ്കുവെക്കുന്ന ആളുകൾ. മിനിമം 3 മാസം എടുത്തിട്ട് എന്താ സിറ്റുവേഷൻ എന്ന് അറിയാൻ പറ്റില്ല. അതിനിടയ്ക്ക് ട്രംപിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, അഗ്രി ടു ഡിസഗ്രി ഓർ ഡിസഗ്രി ടു അഗ്രി. ഒന്ന് യോജിപ്പിലെത്താൻ സംബന്ധിച്ച് അതിന്റെ മലയാളം കറക്റ്റ് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെയാണ് ഇനി നാളെ എന്താ സംഭവിക്കാന്ന് അറിഞ്ഞുകൂടാ. അത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആറ്റമിക് അവരുടെ അതിന്റെ യുറേനിയം ശേഖരം മറ്റൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും ആക്രമിക്കും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് നരകമഴ പെയ്യിക്കുമെന്നാണ് പറഞ്ഞത്. നരകമഴ പെയ്യിക്കുമെന്നാണ്. അത് തന്നെ, അതൊക്കെ തന്നെ അങ്ങനെ വായിൽ കയ്യിലിരിപ്പ് അങ്ങനെയാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് പലതും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഒക്കെ ആണെങ്കിലും പുള്ളിയുടെ ഇത്തരം പ്രസ്താവനകളൊക്കെ വിചിത്രമാണ്. അതുകൊണ്ട് ഇസ്രായേൽ ഇതിനോട് യോജിച്ചിട്ടില്ല. കാരണം അവിടുത്തെ ഹിസ്ബുള്ള അവർ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പിന്മാറുന്ന പ്രശ്നമല്ലേ, എഗ്രിമെന്റിൽ ഞങ്ങൾ പങ്കാളികളല്ലാന്ന്. അതുകൊണ്ട് ഓയിലിനൊന്നും ഇനി അടുത്ത കാലത്ത് ഒരു 3 മാസത്തേക്ക് ഒരു കൂട്ടുന്നതല്ലാതെ കുറയ്ക്കാൻ നോക്കണ്ട. കാരണം ഡീമൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രോസസ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പോൾ ഈ കുറയുന്നതിനനുസരിച്ച് ഒരു കുറവ് ഇന്ത്യയിലും സ്വാഭാവികമായും പെട്രോളിനും ഡീസലിനും LPGക്കും എല്ലാം വരാൻ സാധ്യതയുണ്ടോ? കിരൺ സാർ, യുദ്ധം തീർന്നെങ്കിലും അതിന്റെ കരാറുകളും തടസ്സങ്ങളും മാറിയിട്ടില്ല സാർ. അതില്ല, അത് ഇനി ക്രമേണ മാറണം. ഇതിനെല്ലാം സമയമെടുക്കും. സാർ തീർച്ചയായിട്ടും വില കുറയും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എന്നാൽ ഇന്ത്യ ഗവൺമെന്റ് നൽകിയ 10 രൂപയുടെ തിരിച്ചു പിടിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ വില വീണ്ടും എന്താണെന്ന് വെച്ചാൽ ഈ നിലയിൽ തന്നെ കുറച്ച് നാൾ തുടരും. പിന്നെ 10 രൂപ കുറച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതിനിടയ്ക്ക്.
അപ്പൊ അത് കാരണം കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് വിചാരിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് ഒരു പ്രയോജനകരമായിട്ടുള്ള തീരുമാനങ്ങൾ അടിയന്തരമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്ന് തന്നെയാണ് സാർ എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് വളരെ വേഗത്തിൽ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനിടയിൽ നമുക്ക് കുറച്ച് യൂട്യൂബ് കമൻറ്റുകൾ കൂടി വേഗത്തിൽ എന്തായാലും വായിക്കാം. സുനിലെ, കണക്ക് കൂട്ടുമ്പോൾ ആലോചിച്ച് പറയണം. ഒരു കുറ്റി ഗ്യാസ് കൊണ്ട് ലക്ഷങ്ങളുടെ കച്ചവടം നടന്നാൽ 10,000 രൂപ ലാഭം ഉണ്ടാക്കാൻ പറ്റൂ എന്നൊക്കെ ആണ് ശശിധരൻ പിള്ള പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു കുറ്റി ഗ്യാസ് ചിലവുള്ള ഹോട്ടൽ ഗ്യാസിന് 1000 രൂപ കൂടിയപ്പോൾ എല്ലാ ഫുഡ് ഐറ്റംസിനും വില കൂട്ടി 5,000 മുതൽ 10,000 വരെ കൂടുതൽ ഉണ്ടാക്കുന്നു. ഇതിനെതിരെ ആരും മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. അതിനുള്ള മറുപടിയാണെന്ന് തോന്നുന്നു. വില കൂട്ടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് ചിലപ്പോൾ ആനുപാതികമായിട്ടല്ലാതെയും ഒക്കെ ആളുകൾ വില കൂട്ടാറുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ലക്ഷങ്ങൾ ലാഭം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും അത്തരം ചില തർക്കങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട്. യുദ്ധം തുടങ്ങി ക്രൂഡ് ഓയിൽ വില കൂടിയ ശേഷവും മാസങ്ങൾ കഴിഞ്ഞാണ് ഇന്ത്യയിൽ വില കൂട്ടിയത്. അതുപോലെ തന്നെ വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇന്ത്യയിൽ എത്തുമ്പോൾ വില കുറയുമെന്നാണ് ബാബു രാജൻ കാഞ്ഞിരപ്പുഴ പറയുന്നത്. ബാബുരാജ് കളവ് പറയില്ല, യുദ്ധം തുടങ്ങിയ ഉടനെ തന്നെ വില കൂടുക തന്നെ ചെയ്തു, കണക്കുകൾ വേണമെങ്കിൽ തരാമെന്ന് ശശിധരൻ പിള്ള പറയുന്നുണ്ട്. എന്തായാലും ട്രംപിൻ്റെയും മോദിയുടെയും കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാണ് ജയകുമാർ പറയുന്നത്. ശശിധരൻ പിള്ള പറയുന്നത് ഡേവിഡ് വിജയ് പറയുന്നത് കേട്ടാൽ തോന്നുന്നു ഇദ്ദേഹമാണ് വിദേശകാര്യമന്ത്രി. അങ്ങനെയല്ല ശ്രീ ശശിധരൻ പിള്ള, അദ്ദേഹം പറഞ്ഞതിൽ ചില കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും ഇതിൻ്റെ അവിടെ കരാർ നിലവിൽ വന്നു എന്ന് കരുതി നാളെ മുതൽ എല്ലാം സുഗമമായി പോവില്ല. ഈ മൈനുകൾ നീക്കം ചെയ്യാനുള്ള സമയമെടുക്കും. ഈ കപ്പലുകൾ അവിടെ 500ഓളം കപ്പലുകൾ കാത്തുകിടപ്പുണ്ട്. ആ കപ്പലുകൾക്ക് സുഗമമായി പോകുന്ന രീതിയിലേക്ക് വഴിയൊരുക്കാൻ ആ ഒരു യുദ്ധത്തിൻ്റെതായ എല്ലാ തടസ്സങ്ങളും ഉണ്ടല്ലോ, ആ തടസ്സങ്ങളൊക്കെ നീക്കി വരാൻ സ്വാഭാവികമായും കുറച്ച് സമയമൊക്കെ എടുക്കും. പക്ഷേ അത് ഇനി വേഗത്തിൽ നടക്കും എന്നുള്ളതാണ്. അത് അദ്ദേഹം അങ്ങനെ സ്വാഭാവിക പ്രക്രിയ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യണം, അല്ല നാളെ തന്നെ കുറയില്ല എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതാണ്. അദ്ദേഹത്തിന് ആകെ സംസാരത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ആ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം പറഞ്ഞതാണത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.